ഹലോ എവരിവൺ. എൻ്റെ അടുക്ക് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് എയർപോർട്ട് അഡ്വർടൈസിങ് ചെയ്യുന്നത്? അത് ഭയങ്കര പാടല്ലേ, അതിൽ കുറെ പ്രൊസീജിയേഴ്സ് ഇല്ലേ, അതിന്റെ എമൗണ്ട് എത്രയാണ് എനിക്കറിയില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അത് പേഴ്സണലി പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ ഫുള്ള് കാണുക. എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ അഡ്വൈസിങ് ചെയ്യാൻ വേണ്ടി ഡൊമസ്റ്റിക് ഏരിയയിൽ പിന്നെ ചെക്ക് ഇൻ ചെയ്യുന്ന ഏരിയാസിൽ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന ആ ഒരു ചെയേഴ്സ് ഒക്കെ ഇട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒരു 3 സ്ക്രീൻസ് ഉണ്ട്. ആ 3 സ്ക്രീൻസ് അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്ലോട്ട് എന്ന് പറയുന്നത് 12 സ്ലോട്ടാണ് ഉള്ളത്. അതിൽ പിന്നെ ഓരോ സ്ലോട്ടിലും 10 സെക്കൻഡ് വീഡിയോസ് ആണ് ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടി പറ്റുക. ആ ആഡ്സ് റൺ ചെയ്യുന്നതിലൂടെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂവിങ് ആംഗിൾ കിട്ടും. എന്ന് വെച്ചാൽ അവിടെ ഈ വെയിറ്റിംഗ് പീരീഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ശ്രദ്ധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് മാത്രമല്ല 2023-24 വർഷത്തില് ഏറ്റവും ഫുട്ബോൾ എന്ന് പറയുന്ന കണക്കെടുത്തപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് പെർ മന്ത് അവിടെ ഒരു 12 ലക്ഷം to 15 ലക്ഷം ആൾക്കാർ വന്നു പോകുന്ന ഒരു എയർപോർട്ടും കൂടെയാണ് കൊച്ചി എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നല്ല ഈ ഫുട്ബോളുള്ള എയർപോർട്ടും കൂടെയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് പീക്ക് ടൈമിൽ നിങ്ങൾ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഈ ഡിസംബർ ടു മാർച്ചും അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് ടു ഒക്ടോബർ നവംബറും ആ ഒരു ടൈം പീരീഡിലൊക്കെയാണ് അത്യാവശ്യം നല്ല റഷ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിനൊക്കെ നമ്മൾ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് 1 മന്തിലോട്ട് അഡ്വർടൈസിങ് 3 സ്ക്രീനുകൾ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 19,50,000 രൂപ പ്ലസ് GST വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് നല്ല ഒരു ഏരിയയും കൂടെയാണ്, മീഡിയം കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ പറയുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള മീഡിയംസ് ആണ്. അപ്പം നിങ്ങളുടെ മീഡിയ പ്ലാനിങ് സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഈ ഒരു മീഡിയം ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ് കൊടുക്കാറുണ്ട് 1 ഇയറിലോട്ട് എങ്ങനെ അഡ്വർടൈസ്മെന്റ് ചെയ്യാം എന്നുള്ളത്. 1 ഇയറിലോട്ട് മീഡിയ പ്ലാനിങ് സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാം, അതിലൂടെ അഡ്വർടൈസിങ് ചെയ്യാം, പ്രോപ്പറായിട്ട് ബ്രാൻഡിനെ എങ്ങനെ വിസിബിൾ ആക്കാം എന്നൊക്കെ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആഡ് സ്പെൻഡിലെ ആഡ് വേസ്റ്റേജ് എങ്ങനെ കുറയ്ക്കാനുള്ള ഒരു തിയറിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇവിടെ അഡ്വർടൈസിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇതുപോലെയുള്ള അഡ്വർടൈസിങ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടി എന്നെ കോൺടാക്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടേണ്ടത്. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.